ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് കൂന്തൽ നിറവിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. നമ്മൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാട്ടോ ഈ കൂന്തൽ നിറവ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും മേടിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ട് തരത്തിലാട്ടോ ഞാൻ ഇവിടെ കൂന്തൽ നിറവ് ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ മസാല ഒന്നും ചേർക്കാതെ അങ്ങനത്തെ രീതിയിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അങ്ങനത്തെ കൂന്തൽ നിറവ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കൂന്തൽ നിറവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഇവിടെ ചെറിയുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് നുറുക്കരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇവിടെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ നുറുക്കരിയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ അരിഞ്ഞു വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിതവിടെ കൂന്തളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്ര വലിയ കൂന്തളൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം കുറച്ചൊരു വലിപ്പമേ ഉള്ളൂ. നമുക്ക് ഈ കൂന്തലിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഫില്ലിങ്സ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ അരി കൂന്തലിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ കൂന്തൽ പൊട്ടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അധികം വലിപ്പമില്ലാത്ത കൂന്തളല്ലേ, വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിലും അരി വെന്ത് വരുമ്പോൾ ചിലപ്പോൾ കൂന്തൽ പൊട്ടി പോകും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അങ്ങനെ കുത്തി നിറക്കരുത്. അത്യാവശ്യം ഒരു ഇതിൽ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് നിറച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കൂന്തലിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ നിറച്ചിട്ട് ഒരു ഈർക്കിളി വെച്ചിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഫില്ലിങ്സൊക്കെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ കൂന്തലിലും നമുക്ക് ഇതേപോലെ ഒന്ന് നിറച്ചെടുക്കണം. ഈ ഫില്ലിങ്സൊക്കെ ഒന്ന് നിറച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട, ഇത് സ്വന്തം ഇരുന്ന് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും കേട്ടോ. അത്രക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ പല വിധത്തിൽ കൂന്തൽ നിറവ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ചമുളകിൻ്റെ ആ ഒരു എരിവും ഉപ്പും പിന്നെ കൂന്തളും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ ഫില്ലിങ്സ് റെഡി ആക്കുമ്പോൾ അതിലൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ട് മറന്നതാണ്. അപ്പോൾ നമ്മൾ കൂന്തൽ ഫില്ലിങ്സ് ഒക്കെ നിറച്ചതിന് ശേഷം ബാക്കി കുറച്ച് അരിയും കൂടി ഉണ്ട് കേട്ടോ. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ല രീതിയിൽ വഴണ്ട് വന്നാലേ നമ്മൾ ഫില്ലിങ്സ് റെഡി ആവുള്ളൂ കേട്ടോ. സവാള വഴണ്ട് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ആദ്യം നിറച്ച് വെച്ച കൂന്തളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബാക്കി വന്ന ആ ഫില്ലിങ്സും കൂടി അതിലിട്ട് കൊടുത്തിട്ട് കൂന്തലിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സവാളൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്ത പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി മസാലയുടെ പച്ചമണം മാറുന്ന വരെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കൂന്തൽ നിറവ് നല്ല ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മൾ കൂന്തലിൻ്റെ അരികിലുള്ള ചിറക് പോലത്തെ അതും ഒക്കെ കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെറുതെ ഒഴിവാക്കണ്ടല്ലോ, അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൂന്തൽ കഷ്ണമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു കോഴിമുട്ട എടുത്തിട്ട് അതിൽ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്സ് നമ്മൾ നേരത്തെ കൂന്തലിലേക്ക് നിറച്ച പോലെ തന്നെ കൂന്തലെടുത്തിട്ട് ഈ ഫില്ലിങ്സൊക്കെ അതിലേക്ക് നിറച്ച് ഈർക്കിളി വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ. ഈ കൂന്തലൊക്കെ കുറച്ച് വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല വെള്ളം, അത്ര കുറച്ച് വെള്ളമാണ് ഞാൻ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ കൂന്തൽ ഒരു വിസിലടിച്ച് വന്നപ്പോൾ അത്യാവശ്യം വെള്ളം കൂന്തലിൽ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം എടുത്തിട്ട് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല തിക്കാക്കി എടുക്കുക. ആ തിക്കായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കൂന്തൽ കുക്കറിൽ വിസിലടിക്കുമ്പോൾ ഫുള്ളായി വേവാൻ പാടില്ല, അത് പൊട്ടിപ്പോവും. ഒരു വിസിലടിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതാ കൂന്തൽ ഓരോന്നായി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാല ഒക്കെ ഒന്ന് നല്ല തിക്കായി വന്നിട്ട് കൂന്തലിൽ കോട്ട് ചെയ്യുന്ന രീതിയിലാവണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ മസാല ഒക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൂന്തൽ നിറവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. അത് ഞെക്കിയാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.